പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ട് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞു. അതിന്റെ എഡിറ്റിംഗ് അവസരവും കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റും അതിലെ നടപടിക്രമങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എല്ലാ ഭാഗവും വളരെ കൃത്യമായിട്ട് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന 22-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക. ടൈം ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. 22-ാം തീയതി വൈകുന്നേരമായിരിക്കും പബ്ലിഷ് ചെയ്യുക. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രാട്ടോ. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ഇത് ചെയ്യണ്ട. അലോട്ട്മെന്റിൽ നിങ്ങളുടെ അലോട്ട്മെന്റിന് നേരെ ഏതെങ്കിലും കോളേജ് കോഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിന്. ദർ ഈസ് നോ അലോട്ട്മെന്റ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ടു കൺഫേം ദ ഫസ്റ്റ് അലോട്ട്മെന്റ്. അത് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ അടക്കണ്ട. ഓക്കെ, മൊബൈലിലൂടെ ഒക്കെ അടക്കുമ്പോൾ ചിലപ്പോൾ ഇററുകൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. പിറ്റേ ദിവസമൊക്കെ അടച്ചാൽ മതി. മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ചെയ്യുക. മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കേണ്ട ഫീസാണ് മാൻഡേറ്ററി ഫീ. അങ്ങനെ മാൻഡേറ്ററി ഫീ അടക്കാം. അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ മാൻഡേറ്ററി ഫീ അടക്കുക. പിന്നീട് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കണ്ട. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ മാൻഡേറ്ററി ഫീ അടക്കണ്ട. അപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയം എന്ന് പറയുന്നത് 22-ാം തീയതി 22-ാം തീയതി മുതൽ 26-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുക, മാൻഡേറ്ററി ഫീ അടക്കാം. SC ST OEC വിദ്യാർത്ഥികൾ 155 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികൾ 610 രൂപയുമാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് നോക്കിയതുപോലെ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കുന്ന ഒരു കോളേജും കാര്യങ്ങളുണ്ടോ, അതിൻ്റെ അടിയിൽ ഒരു ഗ്രീനിൽ കാണാം മാൻഡേറ്ററി ഫീ പേയ്മെന്റ്. അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്ക് അവരെന്ത് ചെയ്യുക, മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് അടക്കാം, അക്ഷയ പോയിട്ട് അടക്കാം, ഏത് വിധേനയും നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് മാൻഡേറ്ററി ഫീ പേയ്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അഡ്മിഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ അലോട്ട്മെന്റ് വരുമ്പോൾ അതിൽ ഡീറ്റെയിൽ ഉണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അഡ്മിഷൻ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അടക്കാം. നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അടച്ചാൽ മാത്രമേ അവരെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെയുള്ള എല്ലാ മെറിറ്റ് സീറ്റിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കുന്നതോടുകൂടി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് മാൻഡേറ്ററി ഫീ അടക്കാത്തവർ ഒഴിവാക്കുമല്ലോ, ആ സീറ്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ കുറെ ആളുകൾ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ചില വിദ്യാർത്ഥികൾ MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ട് അവർക്ക് കിട്ടിയാൽ അവർ മാൻഡേറ്ററി ഫീ അടക്കൂല. ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്തത്, അല്ലെങ്കിൽ വല്ല ഓട്ടോണമസ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, കാലിക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അവർ മാൻഡേറ്ററി ഫീ അടക്കില്ല. അപ്പോൾ അങ്ങനെ കുറെ കോളേജിൽ സീറ്റ് വാക്കന്റ് വരും. ആ സീറ്റ് വാക്കന്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. അതുകൊണ്ടാണ് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ അടച്ചാൽ മാത്രമേ നിങ്ങൾ ആ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഡിലീറ്റ് ചെയ്യാം. അതിനുള്ള സമയം 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. നിങ്ങൾ കൊടുത്തിൽ 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. അതോടെ നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ചാൽ 6, 7, 8, 9 അടിയിലെ ഓപ്ഷനുകളൊക്കെ ഒഴിഞ്ഞായിപ്പോയി. പിന്നെ ഉള്ളത് നമുക്കുള്ള ഏതൊക്കെയാണ്, 1, 2, 3, 4. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 5 മതി, 5 കിട്ടീന്, നിങ്ങൾക്ക് അടുത്തേലും 5 തന്നെ മതി, സെക്കൻഡിലും 5 തന്നെ മതി എന്ന് തോന്നുകയാണെങ്കിൽ ഈ 4 ഓപ്ഷൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 5 വേണ്ട, എനിക്ക് 3 വേണ്ട, 1, 2, 4 ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ 3 മാത്രം ഡിലീറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ കിട്ടിയതിലെ ഹയർ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ 20 ഓപ്ഷൻ കൊടുത്തിന്, 20 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഏതെങ്കിലും ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം. ഓപ്ഷൻ പറഞ്ഞാൽ കോളേജും കോഴ്സും അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയം 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നിങ്ങളെ പങ്കുവെക്കും. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കാണാം. എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.